അല്ല ഷാബാൻ 29 മാസം കണ്ടില്ല, അതിൻ്റെ ഭാഗമായി 30 തികച്ചു. എന്നിട്ട് റമദാൻ ഒന്നാകാം ചിലപ്പോൾ, അതുകൊണ്ടാണ് യോമു ഷക്ക് എന്ന് പറഞ്ഞത്. ആകാനും ആകാതിരിക്കാനും സാധ്യതയുള്ള ദിവസം. ഏറിപ്പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? റമദാനിൻ്റെ 28ാമത്തെ ദിവസം രാത്രി നോമ്പ് തുറന്നതിന് ശേഷം മാസം കാണും, പുതിയ മാസം കാണും. അത്രയും സംഭവിക്കാൻ പോണുള്ളൂ. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല. എന്തേ കാരണം? അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ നിലകൊണ്ടത് എങ്ങനെയായിരുന്നു? അവർ കണ്ടതിൽ ഹുക്മ് നടപ്പിലാക്കുക ചെയ്തത്, അല്ലാതെ അവർ കണക്കിൻ്റെ പിന്നാലെ പോയില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കണക്കിൻ്റെ പിന്നാലെ പോയി ആ കണക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നീട് അവർക്ക് പറ്റിയ രൂപത്തിലുള്ളൊരു അവസ്ഥ ഇങ്ങനെ കണ്ടു വന്നപ്പോൾ കണ്ടോ ഒന്ന് നഷ്ടമായിക്കണം എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടമായിട്ടില്ല, നഷ്ടമാവുകയുമില്ല. കാരണം റമദാനിലെ നോമ്പ് ഇൻ കേസ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല എന്താക്കിയിട്ടുണ്ട്? അത് പിന്നീട് നോറ്റ് കിട്ടാനുള്ള അവസരം തന്നിട്ടുണ്ട്. മാത്രവുമല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഇത്തഖുല്ലാഹ മസ്തതഅ്തും എന്നാണ്. എന്നിട്ട് നമ്മളോട് അല്ലാഹു റസൂൽ പറഞ്ഞ എന്താണ്? അല്ലെങ്കിൽ റസൂൽ എന്താ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? സുമു ലി റുഅ്യതിഹി. അവിടെ റുഅ്യത്തി എന്ന് പ്രത്യേകം പറഞ്ഞു. ചന്ദ്രനെ കാണുക എന്നതാണ്, ഒരിക്കലും തന്നെ ചന്ദ്രനെ കണക്കാക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഫൈൻ ഗുമ്മ അലൈക്കും എന്ന് പറഞ്ഞത്. ഫൈൻ ഗുമ്മ അലൈക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ചന്ദ്രൻ അവിടെ മേഘാവൃതമായി കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ അവിടെ ഉണ്ടാവുമ്പോൾ ആണല്ലോ മേഘാവൃതം പറയേണ്ട ആവശ്യമുള്ളൂ. മേഘാവൃതമായതുകൊണ്ടാണ്, അതായത് ഇവർ മാസം കണ്ട് വരുന്ന ആളുകളെന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും പിൽക്കാലത്തുള്ള ആളുകളാണെങ്കിലൊക്കെ കൃത്യമായി മാസം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എന്ന് കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഇത് കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകളായതുകൊണ്ട് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അതല്ലാതെ കൊല്ലത്തിലേതെങ്കിലും 3 മാസം കണ്ടാൽ മതി, അതല്ലെങ്കിൽ തീരെ കാണണ്ടെന്ന് പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഘടനയോ ഇതിൻ്റെ വലിപ്പമോ ഇതിൻ്റെ മനസ്സിലുകളോ ഇതൊന്നും അറിഞ്ഞോളന്നില്ല. അവിടെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നിലക്ക് മാസം കാണാൻ സാധ്യതയുള്ള ദിവസമാണ്, എന്നിട്ടും അന്ന് കാർമേഘം ഉണ്ടോ ഉണ്ടോ ഇല്ല എന്നുള്ള ആശങ്കയിലേക്ക് പോകേണ്ട 30 തയ്ച്ചാളി എന്നാണ് എന്താക്കിയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.